ഇമ്പോർട്ടന്റ് മെസ്സേജ് പറയാനാണ് ഞാൻ വന്നത്. നിങ്ങൾക്ക് എല്ലാവർക്കും സൺഡേ സ്പെഷ്യൽ ക്ലാസ് ഉണ്ടാകുന്നതായിരിക്കും. വേണ്ട മിസ്സേ, ആകെ കൂടെ കിട്ടുന്ന ഒരു ഞായറാഴ്ച അന്നും കൊണ്ട് ക്ലാസ് വെക്കണേണ്. മിസ് അന്ന് ഞാൻ വരൂലട്ടാ. ഞായറാഴ്ച വീടിന്റെ പുറത്തിറങ്ങിയ കൈകാലം തല്ലുപിടിക്കുന്ന അമ്മ പറഞ്ഞേക്കണേ. ഞാൻ പറഞ്ഞാലും നിന്റെ അമ്മ വിടില്ലേ പുറത്ത്? ഏത് കഴുത വന്ന് വിളിച്ചാലും ഞായറാഴ്ച വീടിന്റെ പുറത്തിറങ്ങരുതെന്ന് അമ്മ പറഞ്ഞേക്കണത്. ഒരു സ്പെഷ്യൽ ക്ലാസ്സിന് നീ വരണ്ട കേട്ടാ. വെറുതെ അല്ല എല്ലാ പരീക്ഷയ്ക്കും നീ പൊട്ടണത്. സ്പെഷ്യൽ ക്ലാസ്സിന് വരാത്തതുകൊണ്ടാ ഞാൻ പരീക്ഷയ്ക്ക് തോക്കണേന്ന് മിസ് പറയരുത്. എനിക്ക് പഠിക്കാനുള്ള സമയം കിട്ടണില്ല മിസ്സേ. ഒരു കൊല്ലം 365 ദിവസം ഉണ്ടായിട്ട് നിനക്ക് പഠിക്കാൻ ടൈം കിട്ടണില്ലെന്നോ? അതെ മിസ്സേ, കാരണം ഞാൻ പറയാം. ഒരു കൊല്ലം 365 ഡേയ്സ്, അതിൽ 52 സൺഡേസ്, ബാലൻസ് 313 ഡേയ്സ്, അതിൽ 50 ഡേയ്സ് സമ്മർ ഹോളിഡേയ്സ്. ഓക്കെ, അതിനിപ്പോ എന്താ? വെരി വെരി ഹോട്ട്. സോ പഠിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാ. ബാലൻസ് 263 ഡേയ്സ്, അതിൽ 8 hours ഉറങ്ങണം. അപ്പോ 122 ഡേയ്സ് പോയി. ബാലൻസ് 126 ഡേയ്സ്, അതിൽ 40 ഡേയ്സ് ഫെസ്റ്റിവൽ ഹോളിഡേയ്സ്. അപ്പൊ നമുക്ക് ഫെസ്റ്റിവൽ ഒക്കെ ആഘോഷിക്കാൻ പോവണ്ടേ? അപ്പൊ ആ ദിവസം അങ്ങനെ പോയി. പിന്നെ ഇപ്പൊ ബാക്കിയുള്ള ദിവസം ആ ദിവസങ്ങളിൽ ഇത് പഠിച്ചുകൂടെ നിനക്ക്? നിക്ക് മിസ്സേ, മുഴുവൻ പറഞ്ഞു കഴിഞ്ഞില്ലല്ലോ. ഡെയിലി 2 hours ഫോർ ഫുഡ്. അപ്പൊ 30 ദിവസം വേണം നമുക്ക് ഫുഡ് കഴിക്കാൻ തന്നെ ഒരു കൊല്ലത്തിൽ. ഒരു ദിവസം 1 മണിക്കൂറെങ്കിലും ഒരു മനുഷ്യന് സംസാരിക്കാൻ സമയം വേണമല്ലോ. അത് മനുഷ്യന്റെ അവകാശമല്ലേ? അപ്പോ ആ കണക്കിൽ 15 ഡേയ്സ് പോയി. ബാലൻസ് 41 ഡേയ്സ്, അതില് ഒരു പരീക്ഷ ഏതാണ്ടും തീരാൻ ഏകദേശം 30 ദിവസമെങ്കിലും വേണ്ടി വരും. പിന്നെ ബാക്കി വരുമ്പോ 11 ഡേയ്സ്, അതില് ഒരു 4 ദിവസമെങ്കിലും നമുക്ക് അസുഖമൊക്കെ വന്ന് ലീവ് എടുക്കുമല്ലോ. പിന്നെ ബാക്കി വെറും 7 ഡേയ്സേ ഉള്ളൂ. അതില് 6 ദിവസമെങ്കിലും ഫാമിലി ഫങ്ഷൻസ് ഒക്കെ ഉണ്ടാവുമല്ലോ. അതിനുവേണ്ടി നമ്മൾ മാറ്റി വെക്കണമല്ലോ. നമ്മുടെ എല്ലാ ആവശ്യങ്ങളും കഴിഞ്ഞിട്ട് ബാക്കി വന്നിട്ടും പോയിട്ട് ഒരു ദിവസം കൂടെ ഉണ്ട്. ആ ദിവസം എന്റെ ബർത്ത്ഡേ അല്ലേ, എനിക്കത് ആഘോഷിക്കണ്ടേ?